ഇപ്പോൾ CPM ക്രിമിനലായ അർജുൻ അയങ്കിക്കെതിരെ കാപ്പ ചുമത്താനാണ് നടപടി തുടങ്ങിയിരിക്കുകയാണ് പോലീസ്. കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് ഈ ആഴ്ചയ്ക്കുള്ളിൽ നൽകും. കണ്ണൂർ ജില്ലാ കളക്ടർക്കാണ് കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് നൽകുക. അതേസമയം അർജുൻ അയങ്കി കണ്ണൂരിലെത്തിയത് കഴിഞ്ഞ ബുധനാഴ്ചയാണ്. പിന്നീട് സുഹൃത്തുക്കൾക്കൊപ്പം കാറിൽ കണ്ണൂരിലെ പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചു. സുഹൃത്ത് പ്രണവ്, ബന്ധു കുട്ടൻ എന്നിവർക്കൊപ്പമായിരുന്നു അർജുൻ. ഇവരുകളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം തൊട്ട് തന്നെ പറയുന്നതാണ്. അർജുൻ അയങ്കിയെ ഏതെങ്കിലും രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യാനല്ല നമ്മൾ ഈ വാർത്ത തുടർച്ചയായി നൽകുന്നത്. കാരണം ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, അർജുൻ അയങ്കിയെ പോലെ ഒരു കൊടും ക്രിമിനൽ, അയാൾ ഈ സംസ്ഥാനത്തെ പോലീസ് സേനയെ മുഴുവൻ പരിഹസിച്ച് അധിക്ഷേപിച്ച് അതിനൊക്കെ ശേഷം അയാൾ ദിവസങ്ങളോളം ഈ സംസ്ഥാനത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുന്നു. കണ്ണൂരിലെത്തി അവിടെ കൂട്ടുകാരുമായി കാറിൽ കറങ്ങി നടക്കുന്നു. അപ്പോഴൊന്നും ഇയാളെ പിടികൂടാൻ കഴിയാതിരുന്ന പോലീസിംഗിന്റെ പരാജയത്തെക്കുറിച്ചാണ് മിഥുൻ. തീർച്ചയായും പ്രജിത്ത്, കഴിഞ്ഞ 5 ദിവസങ്ങൾ 5-ാം തീയതി തൊട്ട് കണ്ണൂരിൽ അർജുൻ അയങ്കി ഉണ്ടായിരുന്നു എന്നുള്ള വിവരം തന്നെയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. അതായത് 3 ദിവസത്തോളം 3-4 ദിവസത്തോളം കണ്ണൂരിൽ ഇയാൾ കറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് സംസ്ഥാനത്തുടനീളം ജില്ലാ പോലീസ് മേധാവിക്ക് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു എവിടെയാണ് എന്ന് കണ്ടെത്തണമെന്ന്. അപ്പോഴാണ് കണ്ണൂരിൽ പോലീസിന്റെ മൂക്കിന് തുമ്പത്ത് ഇയാൾ കറങ്ങി നടക്കുക എന്ന വിവരം പുറത്തു വരുന്നത്. കണ്ണൂരിൽ ഇയാളുടെ സുഹൃത്തുക്കൾക്കൊപ്പമാണ് വിവിധയിടങ്ങളിൽ കറങ്ങി നടന്നത്. ഏറ്റവും ഒടുവിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഇയാളെ തിരിച്ചറിയുകയും തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തതാണ് ഈ പോലീസിന് ഇയാളിലേക്ക് എത്താനുള്ള പ്രധാന തെളിവായി മാറിയതെന്ന് കൂടി പറയണം. നിലവിൽ തലശ്ശേരി സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന അർജുൻ അയങ്കിക്കെതിരെ ചുമത്താനുള്ള നടപടിയാണ് പോലീസ് തുടങ്ങിയിരിക്കുന്നത്. കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് പോലീസ് ഈ ആഴ്ചക്കുള്ളിൽ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലാ കളക്ടർക്കാണ് കേസിന്റെ ഹിസ്റ്ററി നൽകുക. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ മുഖേന ഈ റിപ്പോർട്ട് നൽകും. തുടർന്ന് ശുപാർശ അനുസരിച്ച് ഇയാൾക്കെതിരെ ഈ കാപ്പ ചുമത്തുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. സ്വാഭാവികമായി 2 കേസിലധികം ക്രിമിനൽ കേസുകളിലധികം ഉണ്ടെങ്കിൽ കാപ്പ ചുമത്താവുന്നതാണ്. പക്ഷേ ഇയാൾക്കെതിരെയായിട്ട് 20-ലധികം കേസുകളുണ്ട്. അതുകൊണ്ട് തന്നെ കാപ്പ ചുമത്തുന്നതിൽ യാതൊരു തടസ്സവും ഇല്ല എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരം നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. പറഞ്ഞു ഓക്കെ, മിഥുനാണ് കണ്ണൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.